പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കുപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് സ്നേഹം തന്നെയായ കർത്താവ് തൻ്റെ കരുണ നമ്മളിലേക്ക് വർഷിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ, എൻ്റെ മേല്, എൻ്റെ കുടുംബത്തിൻ്റെ മേല്, എൻ്റെ ജീവിത നിയോഗങ്ങളുടെ മേല് നീ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ വേദനകളെ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെല്ലാം അൾത്താരയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിലിരുന്നോ കർത്താവിൻ്റെ കരുണ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 57-ാം സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ നടുവിലിരുന്ന് കർത്താവിന്റെ കരുണ യാചിക്കുന്നവരാണ്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ രോഗത്തിൻ്റെതാകാം, അസ്വസ്ഥതകളാകാം, സാമ്പത്തിക ബാധ്യതകളാകാം, നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളാകാം, പഠന മേഖലയിലുള്ള പ്രതിസന്ധികളാകാം, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന അസ്വസ്ഥതകളാകാം, ദാമ്പത്യത്തിൽ നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളാകാം, പക്ഷെ വിശുദ്ധ ജീവിതത്തിന് നേരെ വീശിക്കൊണ്ടിരിക്കുന്ന ചില കൊടുങ്കാറ്റുകളാകാം. എന്തുമാകട്ടെ, സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണല്ലോ, കർത്താവേ, ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം, ഈ വിനാശം വിതയ്ക്കുന്ന, തകർത്ത് കളയുന്ന ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നിന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ ശരണം തേടുന്നു. സങ്കീർത്തകനോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. തമ്പുരാനെ, ഒത്തിരിയേറെ അസ്വസ്ഥതകളുള്ള മക്കൾ ഇതിനകത്തുണ്ട്, ഒത്തിരി വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. പുറമെ എല്ലാം സുന്ദരമെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോഴും ഹൃദയം കൊണ്ടൊന്നും ശരിയല്ല എന്ന്, ജീവിതത്തിലൊന്നും നന്നായി പോകുന്നില്ല എന്ന് മനസ്സിലാക്കി കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ട്. ഈശോയെ, ജീവിതം വെച്ച് നീട്ടിയ ചില വിനാശത്തിന്റെ കൊടുങ്കാറ്റിന്റെ നടുവിൽ നിന്ന് ഭാരപ്പെടുന്നവരുണ്ട്, അസ്വസ്ഥപ്പെടുന്നവരുണ്ട്. അപ്പസ്തോലന്മാര് വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ നൗകയുടെ മേൽ കൊടുങ്കാറ്റടിച്ചു എന്നാ വചനം പറയുന്നേ. ഈശോ അമരത്ത് തലയണ വെച്ച് ശാന്തമായി കിടന്നുറങ്ങിയപ്പോൾ അപ്പസ്തോലന്മാർ അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും കർത്താവിനെ വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്? ഗുരു, എഴുന്നേൽക്ക്, നമ്മൾ നശിക്കാൻ പോകുന്നു. കാരണം എന്താ? അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന തോണിയുടെ മേൽ ഒരു കൊടുങ്കാറ്റടിക്കുക, ആ വെള്ളം മുങ്ങിത്താഴാൻ പോയിക്കൊണ്ടിരിക്കുക. തമ്പുരാനെ, സമാനമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. വിനാശത്തിന്റെ കൊടുങ്കാറ്റുകള് ഒരുപക്ഷെ ഈ മക്കൾ യാത്ര ചെയ്യുന്ന ഇവരുടെ ജീവിതമാകുന്ന നൗകയിൽ അടിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ മുങ്ങിത്താവാറായ ചില ജീവിതങ്ങള് കടബാധ്യതയുടെയും അസ്വസ്ഥതകളുടെയും രോഗങ്ങളുടെയൊക്കെ നടുവില് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകാം. ഈശോയെ, അപ്പസ്തോലന്മാര് ചെയ്തതുപോലെ അങ്ങേ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ, അപ്പസ്തോലന്മാര് ചെയ്തതുപോലെ കർത്താവെ നിന്നെ വിളിക്കാൻ
ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായമയച്ച് എന്നെ രക്ഷിക്കും. ഇത് ബോധ്യത്തോടു കൂടിയാണ് സങ്കീർത്തകൻ പറയുന്നത്. ഈ അവസ്ഥയിൽ, ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് തടുക്കാനോ പരിഹരിക്കാനോ പറ്റാത്ത ഒരു പ്രതിസന്ധിയുടെ, ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ സങ്കീർത്തകൻ പറഞ്ഞത് എങ്ങനെയാണ്: ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കും. സങ്കീർത്തകനോട് ചേർന്ന് കർത്താവിനെ വിളിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കരങ്ങൾ 2 ദിവസങ്ങളിലേക്ക് ഉയർത്താം. നിങ്ങളായിരിക്കുന്നിടങ്ങൾ ഒരുപക്ഷെ വാഹനത്തിലാകാം, നിങ്ങളുടെ ജോലി ഇടങ്ങളിലാകാം, സ്വഭവനത്തിലാകാം, ഒരുപക്ഷെ രോഗിയായി കട്ടിലിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവരാകാം, ജീവിതം വല്ലാതെ മടുത്തും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും ഒക്കെ കഴിയുന്നവരാകാം. നിങ്ങളുടെ അവസ്ഥ എന്തും ആകട്ടെ, കൊടുങ്കാറ്റടിച്ചപ്പോ, ജീവിത നൗകയുടെ മേൽ വിനാശത്തിന്റെ കൊടുങ്കാറ്റടിച്ചപ്പോ സങ്കീർത്തകൻ പറഞ്ഞത് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എന്നാണ്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, എന്നെ ഈ അവസ്ഥയിൽ നിന്നും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ ഞാൻ വിളിക്കുമെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഈ സങ്കീർത്തകനോട് ചേർന്ന്, അപ്പസ്തോലന്മാരോട് ചേർന്ന്, കർത്താവേ, ഇതാ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഈ പ്രശ്നത്തിൽ നിനക്ക് ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ പറ്റൂ. ഞങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവേ, നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കർത്താവേ, കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, കുടുംബത്തോട് കരുണ കാണിക്കണമേ. ഞങ്ങൾ കടന്നുപോകുന്ന ഈ ജീവിതത്തിന്റെ അവസ്ഥകളുടെ നടുവിൽ നിന്ന് ഈശോയെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കള്, കണ്ണുനീരിന്റെ നടുവിലിരുന്ന് നിന്നെ വിളിക്കുന്ന മക്കള്, ജീവിതത്തിന്റെ അത്ര കണ്ട് തകർന്നുപോയ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ വിളിക്കുന്ന മക്കള്, ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ജീവിതത്തിന്റെ ചില അസ്വസ്ഥതകളുടെ നടുവിൽ നിന്ന് ഈശോയെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ നീ കരുണ കാണിക്കണമേ കർത്താവേ. സ്വർഗത്തിൽ നിന്നും സഹായം അയച്ച് ഇവരെ സംരക്ഷിക്കണമേ, രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവ് പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കരുണ കാണിക്കണമേ, ഈശോയെ കരുണ കാണിക്കണമേ, കുടുംബാംഗങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി കേൾക്കുന്ന ദൈവമേ, ഈശോയെ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കൂട്ടുകാരങ്ങളോടെ ഈശോയെ കണ്ണു തുറന്ന് കണ്ട് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ, വേദനകളെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുരിതങ്ങളെ, സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്.
അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കൂപ്പുകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളും ആരെയൊക്കെ ഈശ്വര സന്നിധിയിലേക്ക് ഉയർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ ഈ നിമിഷം ചേർത്ത് നിർത്താം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. ബോർഡ് എക്സാം എഴുതുന്ന ഒത്തിരി മക്കളുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കാം. പരീക്ഷയുടെ ഭയത്തിലും ആകുലതകളിലും ഒക്കെ കഴിയുന്നവരുണ്ട്. പഠിച്ചത് മറന്നു പോകുന്ന അവസ്ഥകൾ, പഠിക്കാൻ പറ്റണില്ല, അലസതയുള്ള കുഞ്ഞുങ്ങൾ, പഠനകാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെട്ടു പോയവര്, ചില ദുശീലങ്ങൾക്ക് മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റഡ് ആയി തീർന്നവര്, ചില വിശുദ്ധ ബന്ധങ്ങളിലേക്ക് കടന്നുപോയവര്, പഠന മേഖലയിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കാം. ആശീർവാദത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,